ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും ഭാഗ്യത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. അപ്പൊ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും പൂജകളായാലും സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് എല്ലാം നല്ലതാണ്. പക്ഷെ ഞാൻ ആൾക്കാരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം, ജീവിതം എന്ന് പറഞ്ഞാൽ വലിയൊരു റിസ്ക് ആണ്. അതിൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു മേഖലയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും റിസ്ക് എടുക്കുന്നവർക്കാണ് അവിടെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ കടലിലേക്ക് മീൻ പിടിക്കാനായിട്ട് പോകുന്ന ഒരു ഫീലാണ് ബിസിനസ് ചെയ്യാന്ന് പറയുന്ന പോലെ. കടൽ എന്ന് പറയുന്നത് റിസ്ക് ആണ്. അവിടേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ അതിനുള്ള ആൾക്കാരെ വെച്ച് അവിടെ മീനുണ്ടെന്ന് നമുക്കറിയാം, എല്ലാവർക്കും കിട്ടുന്ന സ്ഥലവുമാണെന്നറിയാം. അവിടെ നമ്മൾ പോയി മീൻ പിടിക്കാൻ എത്ര വലിയ ടെക്നോളജി ഉപയോഗിച്ചാലും അവിടെ ഒരു ലക്ക് ഫാക്ടർ അവിടെ വരുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു റിസ്ക് എടുക്കുന്നുണ്ട് ഒരാൾക്കാർ, അതിനുവേണ്ടി ശ്രമിക്കുക വേണം. ഇപ്പൊ ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ മാന്യതയ്ക്ക് സ്ഥാനമൊന്നുമില്ല, അതൊക്കെ പേഴ്സണലാണ്. ബിസിനസ്സിൽ എന്താണ് വേണ്ടത്? വേട്ടയാടുക, നമ്മൾ ഏറ്റവും നല്ല ഹണ്ടർ ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഇത്ര വരുമാനം നേടണം എന്ന് പറയുന്നതും അതിനുവേണ്ടിയുള്ള സ്ട്രാറ്റജികൾ ഉണ്ടാക്കുകയും അതിന് അനുസൃതമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവാനാണ് ദൈവിക ശക്തിയുടെ ആവശ്യം. ഇപ്പൊ വിഷ്ണുവായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും അതിശക്തമായ പൂജകൾ ചെയ്തിട്ട് നമ്മൾ അതിനുവേണ്ടി ഇറങ്ങണം. ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കണം, നേടിയെടുക്കണം എന്നുള്ള. എന്തു വന്നാലും വിട്ടുകൊടുക്കില്ല. അങ്ങനത്തെ റിസ്ക് എടുത്തവർ തന്നെയാണ് സാമ്പത്തികമായിട്ട് വിജയിച്ചിട്ടുള്ളൂ, ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലങ്ങളിൽ എത്തിയിട്ടുള്ളൂ. അത് ഏത് പ്രൊഫഷൻ ആവട്ടെ, ഏത് വീട്ടിലെ വ്യക്തിയാവട്ടെ, ഏതൊരു പ്രത്യയ ശാസ്ത്രമാവട്ടെ, ഏത് കാര്യമാവട്ടെ, അവിടെ അതിശക്തമായ ചങ്കുറ്റത്തോടു കൂടി അതിശക്തമായിട്ട് ഏത് പ്രശ്നം വന്നാലും, ഇനി മരണം തന്നെ സംഭവിച്ചാലും പ്രശ്നമില്ല, ഞാൻ അത് നേടിയെടുക്കും എന്ന് പറയുന്ന രീതിയിലുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നടത്തുന്ന വ്യക്തികൾ മാത്രമാണ് വിജയിച്ചു കയറിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ അങ്ങനെയാണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, മായകൾ കാട്ടുന്ന, അത്ഭുതങ്ങൾ കാട്ടുന്ന സ്വാമിയാണെന്ന് പറഞ്ഞാൽ സ്വാമിക്ക് അവിടെ അത്ഭുതം കാണിക്കാനുള്ള ഒരു വഴി നിങ്ങൾ ഉണ്ടാക്കണം. അവിടെ റിസ്കിലൂടെയും അത്ഭുതകരമായ കാര്യങ്ങളിലൂടെയും നിങ്ങൾ പോകുമ്പോഴാണ് അവിടെ അതിനുള്ള പ്രോഫിറ്റിന്റെ സാധ്യതകൾ ഉണ്ടാവുള്ളൂ. ഒരു ലോട്ടറി ഒരു വ്യക്തി എടുത്താൽ മാത്രമാണ് അവിടെ ഒരു അത്ഭുതം കാണിക്കാനോ മായ കാണിക്കാനോ സ്വാമിക്ക് സാധ്യതയുള്ളൂ. അപ്പൊ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ റിസ്ക് എടുക്കണം, നിങ്ങൾ സാമ്പത്തികമായി വിജയിക്കാൻ ശ്രമിക്കണം, ധൈര്യത്തോടെ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ സ്വാമിയുടെ മായകൾ നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. അല്ലാതെ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്കൊരു അത്ഭുതം നടത്തി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു അത്ഭുതം നടക്കുമെന്ന്. അപ്പൊ എല്ലാവരും വിജയിക്കട്ടെ.